സുഹൃത്തുക്കളെ, കറുപ്പൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഗവൺമെൻറ് ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ഒരു വലിയ ടെസ്റ്റ് ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്. അതിലൊന്ന് 8% സംവരണം നായന്മാർക്ക് കൂട്ടി. പുലയന്മാർക്ക് BJT ഹാൾ അയ്യങ്കാളിയുടെ പേരെന്നാക്കി അവൻ്റെ വായടച്ചു. ഈഴവന്മാർക്കാണെങ്കിൽ നമ്മുടെ മ്യൂസിയത്തിൻ്റെ എതിർവശത്തായിട്ട് വാട്ടർ അതോറിറ്റിയുടെ മുൻവശത്തായിട്ട് നാരായണ ഗുരുവിൻ്റെ പ്രതിമ സ്ഥാപിച്ച് അവരുടെ വായും അടച്ചു. ഇതൊന്നും ഈ സമുദായത്തിൻ്റെ ആൾക്കാർ ചോദിച്ചിട്ട് കൊടുത്തതല്ല. ചോദിക്കുന്ന ഒരു കാര്യവും ചെയ്യുന്നുമില്ല. പുലയരുടെയും ദലിതരുടെയും ആദിവാസികളുടെയും കുട്ടികൾക്ക് സ്കൂൾ ഗ്രാൻറ്റുകൾ കൊടുക്കുന്നില്ല, ഹോസ്റ്റൽ ഫീസുകളും കൊടുക്കുന്നില്ല. സവർണരെ പ്രീതിപ്പെടുത്തി അവരുടെ വോട്ട് വാങ്ങി ജയിക്കാമെന്നായിരിക്കും ഗവൺമെൻറ് വിചാരിച്ചിരിക്കുന്നത്. ശബരിമല സംഗമം നടത്തി കോടികൾ പാഴാക്കി. അതുപോലെ മോഹൻലാലിന് അവാർഡ് കിട്ടിയതിൽ അതിലും കോടികൾ മുടക്കി. ഗവൺമെൻറ് എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിഞ്ഞൂടാ. സവർണന്മാരെ പോലെ ഗവൺമെൻറ്റും അടിസ്ഥാന വർഗത്തെ മറന്നുവെന്നാണ് തോന്നുന്നത്. ഈ കോർപ്പറേഷൻ ഇലക്ഷനും പഞ്ചായത്ത് ഇലക്ഷനിലും വരുന്ന നിയമസഭാ ഇലക്ഷനിലും ഇടതുപക്ഷം തോൽക്കുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ധനകാര്യ വകുപ്പിനും മുഖ്യമന്ത്രിക്കുമായിരിക്കും. ഇന്നും മേലാളന്മാരുടെ മക്കൾ ഗ്രാൻറ്റുകൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ പ്രതികരിക്കണം ജനങ്ങൾ. നന്ദി, നമസ്കാരം.